മിശിഹായ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 48-ഉം 49-ഉം വാക്യം. St. Mark's Gospel, chapter 10, verse 48 and 49. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. സ്വന്തമായ അഭിപ്രായവും അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവും ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. ബർത്തിമേയു ഈശോയെ ഉറക്കെ വിളിച്ച് സഹായം ചോദിക്കുന്നത് കേട്ടവർ അവനെ ശാസിച്ച് മിണ്ടാതിരിക്കാൻ ആജ്ഞാപിച്ചു. അവനത് അവഗണിച്ച് തുടർന്ന് വിളിച്ചു. എന്നാൽ ഈശോ അവനെ സൗഖ്യമാക്കിയതോടെ ആദ്യം ശാസിച്ചവർ പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. സ്വന്തം ബോധ്യത്തിൽ ഉറച്ചു നിന്നതുപോലെ നമ്മുടെ ബോധ്യത്തിനനുസരിച്ച് മാത്രം നാം പ്രവർത്തിക്കേണ്ടതാണ്. മാറി മാറി വരുന്ന പൊതുജനാഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ഒരുമ്പെട്ടാൽ നമ്മൾ പരാജയപ്പെടും. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള മനുഷ്യനെന്ന് ഹേറോദോസിന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും ഹേറോദ്യയുടെയും മകളുടെയും അഭിപ്രായത്തിനു മുമ്പിൽ ബലഹീനനായി വിരുന്നുകാരെയും തന്റെ സത്യപ്രതിജ്ഞയെ മുൻനിർത്തി യോഹന്നാനെ വധിച്ചു. അഭിപ്രായ സ്ഥിരതയില്ലാത്തതിനാൽ മഹാപാതകം ചെയ്യുവാനിടയായി. പീലാത്തോസ് ഈശോയിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പറഞ്ഞ ശേഷം ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഈശോയെ ക്രൂശിക്കുവാൻ വിധിച്ചു. സ്വന്തം ബോധത്തിൽ ഉറച്ചു നിൽക്കാതെ പൊതുജന നിർബന്ധത്തിന് തലകുനിച്ച പീലാത്തോസ് ഹീനതയുടെ പ്രതീകമായി നിൽക്കുന്നു. ദൈവത്തോട് ചേർന്ന് നാം എടുക്കുന്ന തീരുമാനം നമ്മുടെ അന്തിമ തീരുമാനമായിരിക്കും. എലിയാവിന്റെ കാലത്ത് ബാലിന് മുട്ടുപടക്കാത്ത 7000 രഹസ്യ ശിഷ്യന്മാർ ഉണ്ടായിരുന്ന പോലെ ഇന്നും ദൈവത്തോട് ചേർന്ന് സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. ബർത്തിമേയു പൊതുശാസ്ത്രനെ അവഗണിച്ച് ഈശോയെ ആശ്രയിച്ചത് തന്റെ നന്മയ്ക്ക് കാരണമായി. അവരവരുടെ ഉത്തമ ബോധത്തിനനുസരണമായി ജീവിക്കുമ്പോൾ ദൈവകൃപ ലഭിക്കും. ജീവിത സാഗരത്തിലെ തിരമാലകളാണ് പൊതുജന അഭിപ്രായങ്ങൾ. അതിൽ നമ്മളുടെ ജീവിതം നൗക മുക്കിക്കളയാൻ പാടില്ല. ആദർശങ്ങൾ നിലനിൽക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.